ഞാൻ ചോറുണ്ണു കേട്ടോ. ഇന്നത്തെ ഊണിന് എന്തൊക്കെയാണ് കറികളെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇടത് കൈ കൊണ്ടൊന്നുമല്ല കേട്ടോ, അത് ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്നതുകൊണ്ട് തോന്നുന്നതാണേ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് കറികളെന്ന് നോക്കിയിട്ട് വരാം. എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കപ്പളങ്ങ തോരനാണേ. 2 ചെറിയ കപ്പളങ്ങ എടുക്കുന്നത്, ഒരെണ്ണം തൊലിയൊക്കെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറുതും കൂടെ ചെത്തി എടുക്കട്ടെ കേട്ടോ. കപ്പളങ്ങ രണ്ടും ചെത്തി കഴുകിയെടുത്തു. ഇനി നമുക്കിതിങ്ങനെ ചെറുതായിട്ട് കൊത്തിയരിയാം. രണ്ട് കുഞ്ഞ് കപ്പളങ്ങ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അരപ്പിന് വേണ്ടി തേങ്ങ, ചുമന്നുള്ളി, വെളുത്തുള്ളി, കാന്താരി മുളക്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇടേണ്ടതായിരുന്നു കേട്ടോ, ഞാനിടാൻ മറന്നുപോയി. സാരമില്ല, നമുക്ക് കറിക്കകത്തോട്ട് ചേർക്കാം. ഒരു കപ്പളങ്ങ ചെറുതായിട്ട് ചനച്ച് തുടങ്ങിയതായിരുന്നു കേട്ടോ, അതാണ് ഒരു മഞ്ഞ നിറം. പഴുത്തില്ല, ചെറുതായിട്ടൊന്ന് ചനച്ച് തുടങ്ങി. അതും ഒരു ടേസ്റ്റ് ആട്ടോ, ചെറിയൊരു മധുരമുള്ള. അതിനകത്ത് അത് നമ്മൾ അരിഞ്ഞ് വെച്ച കപ്പളങ്ങ എല്ലാം കൂടി ചട്ടിക്കകത്തോട്ടിട്ടു. 2 തണ്ട് കറിവേപ്പില ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി മഞ്ഞൾപ്പൊടി അരപ്പിനകത്ത് ചേർക്കാൻ മറന്നു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അരപ്പിനകത്ത് ഇട്ടാൽ മതി. ഇനി നമ്മുടെ അരപ്പ്, തേങ്ങയും ഉള്ളിയും മുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തത്, അതും കൂടെ ചേർത്ത് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മ. ഇതെല്ലാം കൂടെ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം, അതിൽ കൂടുതൽ ഒഴിക്കല്ലേ. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് കൈ കൊണ്ടൊക്കെ ഇളക്കിയത് കൊണ്ട് കൈകളതിൻ്റെ അതെല്ലാം പറ്റിയത് കൊണ്ട് ഞാനൊന്ന് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താണ്. എന്നിട്ട് നേരെ അടുപ്പയിലോട്ട് വെക്കുക. തീ കുറച്ച് അവിടെ അങ്ങ് വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. തീ വളരെ കുറച്ച് വെക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ അത് അവിടെ ഇരുന്ന് പതുക്കെ വെന്ത് വന്നോളും. വെള്ളം ഒട്ടും ഒഴിക്കാതെയും വെക്കാവേ. അപ്പോൾ അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കറിയാണേ. വെണ്ടയ്ക്ക തേങ്ങാപ്പാൽ ഒഴിച്ച് മപ്പാസ് വെക്കും, അങ്ങനെയാണ് സാധാരണ വെക്കുന്നത്. ഇന്ന് പക്ഷേ ഞാൻ തേങ്ങ അരച്ചാണ് വെക്കാൻ പോകുന്നത്. ഇത് എൻ്റെ സ്വന്തം വെണ്ടയ്ക്ക കേട്ടോ. ഇവിടെ ഒരു 4-5 വെണ്ടയുണ്ട് എനിക്ക്, അതേ നിന്ന് കിട്ടിയതാണേ. നല്ല സൂപ്പർ വെണ്ടയ്ക്ക, ഇളം വെണ്ടയ്ക്ക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ, ഒരു സവോള, പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അത് ഈ സവോള അരിയാം. ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 5-6 എണ്ണം, എങ്ങനെയാണോ മുളകിൻ്റെ എരിവനുസരിച്ച് ഇങ്ങനെ കീറിയിടാം. പിന്നെ ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടാം കേട്ടോ. ഇനി ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്കായും കൂടെ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം. നല്ല സൂപ്പർ ഫ്രഷ് വെണ്ടയ്ക്ക കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ 2 എണ്ണേ ഉള്ളെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. 2 വെണ്ടയ്ക്കായോ 2-3 ഒക്കെ ഉള്ളെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു തക്കാളിയോ അല്ലെങ്കിൽ ഒരു സവോള കൂടുതലോ ഒക്കെ ഇട്ട് നമുക്ക് കറിയാക്കി എടുക്കാം കേട്ടോ. 2 എണ്ണേ ഉള്ളൂ 3 എണ്ണേ ഉള്ളൂ എന്നും പറഞ്ഞ് ആരും കളയുമൊന്നും വേണ്ട. അപ്പം നമ്മുടെ വെണ്ടയ്ക്കായൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പളങ്ങ അടുപ്പിലിരിപ്പുണ്ട്, അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടുന്നുണ്ട് ഞാൻ കേട്ടോ. ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട്. തീരെ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, ഒട്ടും കരിഞ്ഞു പോവുകയില്ല. അതിന് വെള്ളം ഒഴിക്കാതെ വെച്ചാലും കരിഞ്ഞൊന്നും പോവുകയില്ല. തിരുതരെ ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അവിടെ ഇച്ചിരി നേരം കൂടി ഇരിക്കട്ടെ, നല്ലപോലെ ഒന്ന് വേവട്ടെ. ഇതിനൊരു ഇച്ചിരി വേവുള്ളൊരു കപ്പളങ്ങ ആയിരുന്നു. എല്ലാ കപ്പളത്തിൻ്റെയും കപ്പളങ്ങ ഒരുപോലെയല്ല കേട്ടോ, ചിലത് പെട്ടെന്ന് വേവും. ഇതിനും വരിക്കയും കൂഴയും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇത് വരിക്കയായിരിക്കും, ഇതിന് ഇച്ചിരി വേവുണ്ട്, കട്ടി കൂടുതലുണ്ട്.
അപ്പോൾ എന്തായാലും അത് വേവട്ടെ. നമുക്ക് വെണ്ടയ്ക്ക ഇതിന് ശേഷം വെണ്ടയ്ക്ക കറി വെക്കാം. വെണ്ടയ്ക്കായ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ മാത്രമേ ഞാൻ അരയ്ക്കുന്നുള്ളൂ. നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം. കപ്പളങ്ങ വാങ്ങി ഇനി അടുത്ത് നമുക്ക് വെണ്ടയ്ക്ക കറി വെക്കാം. ചട്ടി അടുപ്പിൽ വെച്ചു. ചട്ടി ചൂടായി. വെളിച്ചെണ്ണ ഒഴിച്ചു. സ്റ്റീലിൻ്റെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവേ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കടുക് വറുക്കാം. കടുകൊക്കെ പൊട്ടി വന്നു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവോള, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ സവോള പെട്ടെന്ന് വഴന്ന് വരും. ഉപ്പും ചേർത്തു, മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഏകദേശം വഴന്ന് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടാം. ഇതിനകത്ത് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല. മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്തു. ഇനി നമുക്കിത് നല്ലപോലെ ഒന്നുകൂടെ വഴറ്റാം. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് വെണ്ടയ്ക്കയും കൂടെ ചേർക്കാം. വെണ്ടയ്ക്ക ചേർത്ത് വഴറ്റിയതിന് ശേഷം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വളരെ കുറച്ചൊഴിച്ചാൽ മതി. അത് ഒന്ന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി തേങ്ങ അരയ്ക്കുമ്പോൾ അരപ്പിൻ്റെ കൂടെ ബാക്കി വെള്ളം കൂടെ ചേർക്കാം. ഇനി തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ രണ്ടാം പാൽ ചേർക്കാം കേട്ടോ. ചാറിന് ആവശ്യമായിട്ടുള്ള രണ്ടാം പാൽ പിഴിഞ്ഞെടുക്കണം. രണ്ടാം പാലും മൂന്നാം പാലും കൂടി ഒന്നിച്ചെടുത്താൽ മതി. അതിനകത്ത് വേവിച്ച് കഴിഞ്ഞ് നന്നായി വെന്ത് വന്ന് കഴിയുമ്പോൾ ഒന്നാം പാൽ ചേർക്കാം. ഇതിപ്പം വെള്ളത്തിനകത്ത് കിടന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. അതിനകത്തേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ടേ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി. അപ്പം വെണ്ടയ്ക്കയ്ക്ക് അധികം വേവില്ലല്ലോ, ഏകദേശം വേവായിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ മൂടി വെച്ച് എന്നിട്ട് നമുക്ക് തുറന്ന് അരപ്പ് ചേർക്കാം. അപ്പം നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നല്ല വേവായിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നല്ല മിനുസത്തിന് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കേട്ടോ. തേങ്ങ അതിനകത്തോട്ട് ചേർത്തു. ചാറിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ചൂടായി വന്നാൽ നമ്മുടെ കറി റെഡി. ഇനി ഇതിനകത്ത് കടുകൊന്നും വറുക്കുന്നില്ല കേട്ടോ. ആദ്യം കടുക് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടാണ് ഉള്ളി സവോളയും ഒക്കെ വഴറ്റിയത്. അതുകൊണ്ട് ഇനി ഇതിനകത്ത് കടുകൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നാൽ നമ്മുടെ കറി റെഡിയായി. ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം കേട്ടോ. നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെച്ചേക്കാം. അങ്ങനെ തോരനും ചാറ് റെഡിയായി. ഇനി നമുക്ക് ഇച്ചിരി ഉണക്കമീനും കൂടെ വറുത്തെടുക്കാം. മീനും വറുത്ത് ഞങ്ങൾ ചോറുണ്ണാൻ പോവാണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.